കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ സാർ, മറ്റ് സദസ്സിൽ ഹാജരായ സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, വിശിഷ്ട വ്യക്തികൾ, സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സമസ്ത കേരള സുന്നി യുവജന സംഘം ഇത് സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ഒരു പോഷക സംഘടന എന്ന നിലക്ക് ഈ സമ്മേളനം ഇവിടെ നടത്തുമ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്താണ് ഇവിടെ ചെയ്തിട്ടുള്ളത് എന്ന് ഏതാനും വാക്കുകൾ മാത്രമാണ് ഞാൻ നിങ്ങളെ മുമ്പിൽ വെക്കുന്നത്. പ്രധാനമായി വിദ്യാഭ്യാസത്തിലൂടെയാണ് മനുഷ്യൻ്റെ ഉയർച്ച എന്ന് പണ്ടൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ വലിയ വലിയ വിദ്യാസമ്പന്നന്മാരായ ആളുകളാണ് പല ഇടങ്ങളിലും കുഴപ്പങ്ങളും അക്രമങ്ങളും ഉണ്ടാക്കി നാം കാണുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ കൂടെ ഒന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടത് അനിവാര്യമാണ്. വിദ്യാഭ്യാസം, അതോടുകൂടി ആത്മീയ ചിന്ത, മനുഷ്യനെ മനുഷ്യനായി കാണുക. വിശുദ്ധ ഖുർആനിൽ ആദ്യമായി തന്നെ മനുഷ്യരെ എന്ന് വിളിച്ചുകൊണ്ടാണ് ഇന്ന ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ ആദം എന്ന പുരുഷനിൽ നിന്നും ഹവ്വാ എന്ന സ്ത്രീയിൽ നിന്നും പടച്ചവനാണ് സൃഷ്ടാവ്. അത് എന്നിട്ട് വജഅലലക്കും ഖബായില, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും തറവാട്ടുകാരും ആക്കി. അത് ലിതആറഫു, നിങ്ങൾ പരസ്പരം അറിയുവാൻ വേണ്ടിയാണ്. അവിടെ മഹാന്മാരായ പണ്ഡിതന്മാർ വ്യാഖ്യാനത്തിൽ എഴുതി കാണും ലാ ലിതഫാഖറു, നിങ്ങളെ വിവിധ ഗോത്രങ്ങളും തറവാട്ടുകാരുമാക്കിയത് ലാ ലിതഫാഖറു, നിങ്ങൾ അഭിമാനം കൊണ്ട് അഹങ്കരിച്ച് ജീവിക്കാൻ അല്ല, മറിച്ച് നിങ്ങൾ പരസ്പരം അറിയുവാനും മനസ്സിലാക്കാനും വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളാക്കിയത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. ആ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഓ മനുഷ്യരെ എന്നാണ് അല്ലാഹു തആല വിളിച്ചിട്ടുള്ളത്. അവിടെ മുസ്ലിംകളെ എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ എന്നോ ഹിന്ദുക്കളെ എന്നോ ഒരു പ്രത്യേക വിഭാഗത്തെ എടുത്ത് പറയാതെ യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖ്നാകും മിൻ ദക്കരിൻ വ ഉൻസ, നിങ്ങളെ നാം ഒരു സ്ത്രീയിൽ നിന്നും ഒരു പുരുഷനിൽ നിന്നും പടച്ചിട്ടുള്ളത് നിങ്ങൾ ഇവിടെ പരസ്പരം അറിയുകയും സഹായ സഹകരണങ്ങൾ നടത്തുകയും ചെയ്യാൻ വേണ്ടിയാണ് വിവിധ ഗോത്രങ്ങളാക്കിയത് എന്ന് ഉണർത്തിക്കൊണ്ട് മനുഷ്യരെ വിളിച്ചാണ് സർവശക്തനായ അള്ളാഹു, ലോകത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു നമ്മെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നാം ഈ കാര്യം വളരെ ഗൗരവമായി കണക്കിലെടുക്കണം. നേരത്തെ ഡോക്ടർ ഹുസൈൻ സാഹിബ് നിങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ കേട്ടതുപോലെ നമ്മുടെ ഈ കേരളത്തെപ്പോലെ സൗഹൃദവും മതമൈത്രിയും നിലനിൽക്കുന്ന മറ്റൊരു സ്ഥലം ഇന്ത്യ രാജ്യത്ത് തന്നെ ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ ഇതിൻ്റെ പ്രധാനമായ കാരണം ഞാൻ പറയുന്നത് ഇവിടെ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം ആത്മീയ ചൈതന്യമുണ്ടാകുന്ന വിദ്യാഭ്യാസം കൂടി നാം കൊടുക്കുന്നതിൻ്റെ പേരിലാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കീഴിൽ ഇന്ന് ആയിരക്കണക്കായ മദ്രസകളും നൂറുകണക്കായ കോളേജുകളും
മറ്റിതര സ്ഥാപനങ്ങളും നടക്കുകയാണ്. ഈ സ്ഥാപനങ്ങളിലെല്ലാം നാം പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പഠനം മനുഷ്യനെ മനുഷ്യനായി കാണണമെന്നാണ്. 4 മദ്ഹബിൻ്റെ ഇമാമുകളിൽ 4ാമത്തെ ആളായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹുവിന് 10 ലക്ഷം ഹദീസ് മനപ്പാഠമുണ്ടായിരുന്നു. ആ 10 ലക്ഷം ഹദീസ് ഇവിടെ പഠിപ്പിച്ചു. ഹദീസ് എന്ന് പറഞ്ഞാൽ നബി വചനം. അത് ഇവിടെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. ഹദീസുർ റഹ്മ എന്നാണ് അതിൻ്റെ പേര്. എന്താണ് അതിൽ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്? അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ. പരസ്പരം സഹായിക്കുകയും ഗുണം ചെയ്യുകയും ആരാണോ ചെയ്യുന്നത് അവരെ സൃഷ്ടാവായ അള്ളാഹു സഹായിക്കും. അതുകൊണ്ട് ഇർഹമൂ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഗുണം ചെയ്യണം. യർഹംകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇവിടെ മൻ ഫിൽ അർളി, ഭൂമിയിലുള്ള എല്ലാവർക്കും ഗുണം ചെയ്യണം എന്നാണ് ഈ ഹദീസിൽ പഠിപ്പിക്കുന്നത്. ഇതാണ് 10 ലക്ഷം ഹദീസ് പഠിപ്പിക്കുന്ന ഒരാൾ ആദ്യമായി പഠിപ്പിക്കുന്ന ഹദീസ് ഇതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതും പ്രവർത്തിച്ചതും പഠിപ്പിച്ചതുമായ 10 ലക്ഷം ഹദീസുകളിൽ ഒന്നാമതായി അൽ മുസൽസൽ ബിൽ അവലിയ എന്ന് അറബിയിൽ പറയും. ആദ്യമായി പറഞ്ഞു കൊടുത്തുകൊണ്ട് എല്ലാ മുഹദ്ദിസുകളും മുൻഗാമികൾക്ക് പഠിപ്പിച്ചിട്ടുള്ളത് ഇർഹമു മൻ ഫിൽ അർള്, നിങ്ങൾ ഭൂലോകത്തുള്ള എല്ലാവർക്കും ഗുണം ചെയ്യണം. യർഹംകും മൻ ഫിസ് സമാ, എന്നാൽ ആകാശത്തിൻ്റെ അധിപനായ അള്ളാഹു സൃഷ്ടാവ് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അവിടെ ഇർഹമു മൻ ഫിൽ അർള്, ഭൂമിയിലുള്ള എല്ലാവർക്കും എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ പള്ളിയിൽ പോകുന്നത് മുസ്ലിം പള്ളിയിൽ പോകും, ക്രിസ്ത്യാനി അവരുടെ പള്ളിയിൽ പോകും, അത് വേറെ വിഷയം. ഇവിടെ പൊതുജീവിതത്തിൽ എല്ലാവരും മനുഷ്യരായി കാണുകയും മനുഷ്യനെ മനുഷ്യനായി കണ്ട് അത് അർഹിക്കുന്ന ബഹുമാനം കൽപ്പിക്കുകയും വേണം എന്ന് പ്രവാചകർ ഈ ഹദീസിലൂടെ പഠിപ്പിച്ചത് നടപ്പ് ആക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ആത്മീയ ചൈതന്യം ഉൾക്കൊള്ളുന്ന സ്ഥാപനങ്ങളും വിദ്യകളും നൽകുന്നത്. ഈ ആത്മീയ ചൈതന്യത്തിലൂടെ മാത്രമേ മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ മനുഷ്യനായി കാണാൻ സാധിക്കുകയുള്ളൂ. ലാ യുഹിബ്ബു അഹദുക്കും ഹത്താ യുഹിബ്ബ ലി അഖീഹി മാ യുഹിബ്ബു ലി നഫ്സിഹി. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ശരീരത്തിന് എന്താണോ ഇഷ്ടപ്പെടുന്നത് അത് മറ്റുള്ളവർക്കും ഇഷ്ടപ്പെടുന്നത് വരെ അവൻ സത്യവിശ്വാസിയല്ല എന്നാണ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ നഫ്സ് ഇനി ഒരാൾ കുത്തി വേദനിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടുന്നില്ല എങ്കിൽ മറ്റൊരു മനുഷ്യനെ കുത്തി വേദനിപ്പിക്കുന്നത് നാം ഇഷ്ടപ്പെടാൻ പാടില്ല. നമ്മുടെ അഭിമാനം ഒരാൾ ക്ഷതം വരുത്താൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ നാം അത് ഉദ്ദേശിക്കുന്നില്ല, അത് ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ മറ്റുള്ളവരുടെ അഭിമാനത്തെയും നാം കാത്തു സൂക്ഷിക്കണം. അങ്ങനെ ഈ കാത്തു സൂക്ഷിക്കപ്പെടണമെങ്കിൽ ഈ വലിയ വലിയ വിദ്യാഭ്യാസമുള്ള ആളുകൾ ഇന്ന് ചെയ്തു കൂട്ടുന്ന ചില സംഭവങ്ങൾ നമ്മൾ അറിയുമ്പോൾ നാം നേരത്തെ നമ്മുടെ പൂർവികരായ പണ്ഡിതന്മാർ ചിന്തിച്ചു വെച്ചത് ഏത് വിദ്യാഭ്യാസത്തോടുകൂടെയും മനുഷ്യനെ മനുഷ്യനായി കാണാനും ആത്മീയമായ പുരോഗതിയും പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസവും കൂടി വേണം എന്നാണ്. അതാണ് ഇവിടെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അതിൻ്റെ പോഷക സംഘടനകളായ യുവജന സംഘവും മുസ്ലിം ജമാഅത്തും എല്ലാം പ്രവർത്തിച്ചു വരുന്നത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി അതിന് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. ദുരിതപർവങ്ങളിൽ കേരളത്തെ നയിച്ച
നവകേരള സങ്കല്പത്തിന്റെ രാഷ്ട്രീയ സാമൂഹിക വിചാരങ്ങൾക്ക് ഊർജം പകർന്ന കേരളത്തിന്റെ ആദരണീയനായ